ഹലോ, എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ചന്തം പോലെ ബലി പെരുന്നാളാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ. ചന്തം പോലെ ഇന്നൊരു ബലി പെരുന്നാളായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നുള്ള കാഴ്ചകൾ കണ്ടോളെ. നമ്മൾ ചന്തം പോലെ ഒരു പരിപാടിക്കാ പോണം. അതെന്താന്നുള്ളത് കാണിച്ചു കൊടുക്കാം, സർപ്രൈസ് ആയിക്കോട്ടെ. കൽപ്പാത്തിക്കാരന്റെ കഥകളും കേട്ട് കുഞ്ഞിക്കാനെയും കുഞ്ഞാവേനെയും മിസ് ചെയ്തിട്ട് ഞങ്ങൾ കയറി ചെന്നത് വേലിക്കാടുള്ള വല്യക്കാരന്റെ വീട്ടിലേക്കാണ്. ചൊറുക്കുള്ള ആ വീട്ടിലത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോണത്. നല്ല ചേലിക്ക് ഇത്താത്ത വെച്ച ബിരിയാണികൾ, ഈ റാവുത്തർ ബിരിയാണിയും അതുപോലെ മലബാർ ബിരിയാണിയും ഒക്കെ പാടെ അവിടെ കൊണ്ടുവന്ന് ടേബിളിൽ നിരത്തി ചില്ലി ചിക്കണും പായസവും ഇതൊക്കെ പാടെ കഴിച്ച് വട്ടത്തിലിരുന്ന് കഥ പറയുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോണത്. വർത്താനത്തിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു പാട്ട് പാടി. എൻ്റെ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിമോൾക്കൊരു പാട്ട് പാടണം. എന്തായാലും ചേലിക്ക് ഉണ്ണിമോൾ നല്ല ചൊറുക്കുള്ളൊരു പാട്ട് പാടി, എമ്മാരി ചേല്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി കേക്ക് മുറിക്കണ പരിപാടിയാണ്. ഈ കേക്കും പുഡിങ്ങും ഇതൊക്കെ നമ്മളെ താത്ത ഉണ്ടാക്കിയതാ. അടിപൊളി ടേസ്റ്റ്. ചന്തം പോലെ ആയിന്ന് വെറുതെ പറഞ്ഞാൽ പോരാട്ടോ. അപ്പൊ പെരുന്നാൾ ജോറായി ആഘോഷിച്ചിട്ട് നേരെ പാലക്കാട്ടേക്ക്. പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായി പെരുന്നാൾ. ചന്തം പോലെ ആക്കിയില്ലേ? വലിയക്കന്റെ വീട്ടിൽ അടിപൊളിയായിരുന്നു. ബിരിയാണിയും അതെ, കേക്കും എല്ലാം കൊണ്ടും കലക്കി പാട്ടും. അതെ, ചന്തം പോലെ ചെടുക്കനെ ഞങ്ങള് ബക്രീദ് ആഘോഷിച്ചിട്ടുണ്ട്. അടിച്ചു പൊളിച്ചു അല്ലേ? തകർത്തു.